രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കണ്ടിരുന്നു അല്ലെങ്കിൽ കേട്ടിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്ത് തോന്നുന്നു ഈ ഹിന്ദു വിരുദ്ധ പരാമർശം ഈ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും? ആദ്യമായിട്ട് അല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു പ്രധാന ചുമതലയിരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും ഭൂരിപക്ഷമായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെ ഇതുപോലെ അപമാനിക്കുന്നുവെങ്കിൽ ഇദ്ദേഹം ഒരു പ്രധാനമന്ത്രി പദത്തിലേക്കെല്ലാം എത്തിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ ഗതി എന്തായിരിക്കും? 10 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരാൻ സാധിച്ചത്. ആ അവസരത്തിൽ ആദ്യമായി രാഹുൽ ഗാന്ധി ക്യാബിനറ്റ് റാങ്കിലുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്ന് ഇന്ത്യൻ പാർലമെന്റിൽ നടത്തുന്ന പ്രസംഗം രാജ്യം മുഴുവൻ, ഒരുപക്ഷെ ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് വീക്ഷിച്ചത്. എന്നാൽ താൻ ആ പദവിക്ക് ഒട്ടും യോഗ്യനല്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന രീതിയിൽ അങ്ങേയറ്റം നിരുത്തരവാദപരവും അതുപോലെ അറിവില്ലായ്മയും അഹന്തയും നിറഞ്ഞതുമായ ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസംഗം, ആദ്യം തന്നെ സ്പീക്കർ പറയുന്നുണ്ട്, സഭയുടെ നടപടിക്രമങ്ങളെ പാലിക്കണം, സഭാ മര്യാദകളെ പാലിക്കണം. പക്ഷെ അതൊന്നും അദ്ദേഹം കേൾക്കാനേ തയ്യാറായില്ല. അതായത് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഈ സഭയിൽ പെരുമാറേണ്ടത് എന്നുള്ളത് റൂൾ നമ്പർ 349 സബ്സെക്ഷൻ 12 പറയുന്നുണ്ട്. സഭാനാഥനായിട്ടുള്ള അല്ലെങ്കിൽ സ്പീക്കറുടെ നേരെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് സംസാരിക്കരുത്. അതുപോലെ സ്പീക്കറെ അഭിസംബോധന ചെയ്യാതെ മറ്റുള്ളവരോട് സംസാരിക്കരുത്. ഇതൊക്കെ കൃത്യമായി ഏത് കൊച്ചു കുട്ടിക്ക് അറിയാവുന്ന കാര്യമാണ്. സ്കൂൾ പാർലമെന്റിൽ പോലും ഇതൊക്കെ ശീലിപ്പിക്കുന്നതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്താ അവിടെ ചെയ്തത്? സ്പീക്കറെ തീരെ വകവയ്ക്കാതെ, സ്പീക്കറുടെ നിർദ്ദേശങ്ങളെ വകവയ്ക്കാതെ, അതിനനുസരിച്ചുള്ള കീഴ്വഴക്കങ്ങളെയും റൂൾസിനെയും ഒക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആദ്യമായി കടന്നു വന്ന, അത് 10 വർഷത്തിന് ശേഷം കടന്നു വന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഈ തരത്തിൽ അവഹേളിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് സഭയെ അവഹേളിക്കുകയാണ്. അതായത് സ്പീക്കറെ അവഹേളിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോ ബാലിശമായ രീതിയിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്. അത് മാത്രമല്ല, ശ്രീ ഭൂപേന്ദ്ര യാദവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അതിന്റെ ആർട്ടിക്കിൾ 352(2) ഇതിൽ സ്പീക്കറുടെ നിർദ്ദേശം, അതുപോലെ തന്നെ പാർലമെന്റിലെ പ്രവർത്തിക്കേണ്ടതിൻ്റെതായിട്ടുള്ള നിർദ്ദേശം, ഈ കാര്യങ്ങളൊക്കെ, അതായത് പ്ലക്കാർഡ് ഉയർത്തി കാണിക്കുക, ബോർഡ് പിടിക്കുക, ബാനർ പിടിക്കുക, ചിത്രങ്ങൾ കാണിക്കുക, ഇതൊക്കെ ശരിക്കും കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു സഭയിൽ എങ്ങനെ പെരുമാറണം അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം തുടർച്ചയായിട്ട് ആ ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവന്റെ ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശിവന്റെ ചിത്രം ഉയർത്തി കാണിച്ചുകൂടാ എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും സ്പീക്കറോട് മാപ്പ് പറയേണ്ട, ഒരു മര്യാദയുടെ പേരിൽ പോലും അത് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തി അയാളല്ല ഇന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ ഹിന്ദുക്കളെ അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ്. അപ്പോ ജോ അപ്നെ ആപ്കോ ഹിന്ദു കഹത്തെ ഹേ, നിങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ, ഓ ഹിംസ കെ ബാത് കർത്തെ ഹേ, ഹിംസ നിങ്ങൾ വധം നടത്തിയതിനു ശേഷം ഹിംസയ്ക്ക് ശേഷം പറയുന്നു എന്നും വളരെ വ്യക്തമാണ്. അപ്പോഴാണ് ഞെട്ടലോടുകൂടി പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. ഇപ്പൊ കോൺഗ്രസ് എന്താ പറയുന്നത്? കണ്ടോ, ഞങ്ങളുടെ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോ പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ടി വന്നു, ആഭ്യന്തരമന്ത്രി പ്രതികരിക്കേണ്ടി വന്നു, രാജ്നാഥ് സിംഗ് പ്രതികരിക്കേണ്ടി വന്നു. ഇത്ര പൊട്ടത്തരം, വിഡ്ഢിത്തരം എഴുന്നേറ്റ് എന്ന് പറയുന്ന ഈ അറും പൊട്ടനോട് പ്രതികരിക്കണ്ടേ? അവനെ പ്രതികരിച്ചതല്ലേ ഉള്ളൂ, അടി കൊടുത്ത് അവനെ പുറത്തിറക്കി വിടണ്ടേ? അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ ധിക്കരിച്ചതിന് ഇയാളെ സഭയ്ക്ക് പുറത്താക്കണ്ടേ? അതൊന്നും ചെയ്തില്ലല്ലോ. ആദ്യമായിട്ട് വന്നതല്ലേ, പയ്യനല്ലേ, വിവരമില്ലല്ലോ, പോട്ടെ. എന്നാലും സ്വന്തം രാജ്യത്തെയും സ്വന്തം ഭരണഘടനയെയും സ്വന്തം നിയമസംഹിതകളെയും ഇത്രമാത്രം ബഹുമാനിക്കുന്നു എന്ന് അഭിനയിക്കുന്നവർ എന്തുകൊണ്ടാണ് സഭയ്ക്കകത്ത് വരുമ്പോൾ സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നത്? അതായത് ഇന്ത്യൻ പാർലമെന്റും ഇവിടുത്തെ സ്പീക്കറും ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ കീഴ്വഴക്കങ്ങളും ഒന്നും ഞാൻ മാനിക്കുന്നില്ല എന്നാണല്ലോ അവിടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ്. അപ്പൊ അയാൾക്കുള്ളിലുള്ള, രാഹുൽ ഗാന്ധിയുടെ ഉള്ളിലുള്ള ഹിന്ദു വിരോധി
100% മറ നീക്കി പുറത്തു ചാടി. അയാൾ ആന്റി ഹിന്ദു ആണ് എന്നുള്ള പ്രഖ്യാപനമാണ് അവിടെ നടത്തിയത്. അതിന് പറഞ്ഞ കാരണം എന്താണ്? ഇവര് കൂട്ടക്കൊല നടത്തുന്നു, ഇവര് അക്രമം നടത്തുന്നു, അപ്പോൾ ഹിന്ദു അങ്ങനെയല്ല, ഹിന്ദു അഹിംസയുടെ ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പോ ആരോടാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? സിഖ് കൂട്ടക്കൊല ഡൽഹിയിൽ നടത്തിയത് ആരാണ്? അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ സിഖ് കൂട്ടക്കൊലയുടെ ഒക്കെ കാര്യം വളരെ വ്യക്തമായി ഈ ഇന്ത്യയിലെ മനസ്സിൽ നിൽക്കുമ്പോൾ അത് ചെയ്തവരാണ് ഇത് പറയുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു. ഭരണഘടനയെ കടലിൽ എറിഞ്ഞു കളഞ്ഞിട്ട് അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ പാർട്ടിയുടെ നേതാവാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അഭയമുദ്രയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. അഭയമുദ്ര എല്ലാ മതങ്ങളിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്. മുസ്ലിമിൽ എവിടെയെങ്കിലും അഭയമുദ്ര ഒന്ന് കാണിക്കാൻ പറ്റുമോ? വെറുതെ മുസ്ലിങ്ങളെ ഒന്ന് സോപ്പിട്ടതാ. അതായത് ഹിന്ദുക്കളെ എത്രമാത്രം കൊത്തുന്നോ, ഹിന്ദുക്കളെ എത്രമാത്രം കടന്നാക്രമിക്കുന്നോ, ഹിന്ദുത്വത്തിനെതിരായിട്ട് എത്ര സംസാരിക്കുന്നു, അത്രയും മുസ്ലിം വോട്ട് കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ അഴിച്ചുവിട്ട ഒരു ആക്രമണമായിട്ട് ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ മാറ്റിയ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരവും അപകടകരവും അത്യന്തം രാഷ്ട്രവിരുദ്ധവും ദേശവിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായിട്ടുള്ള ഹിന്ദു വിരുദ്ധന്റെ പ്രസംഗമാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ചരിത്രത്തിലാദ്യമായി ഈ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ഇത് രാജ്യം അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഹിന്ദുക്കളെ ഇങ്ങനെയാണോ പ്രതിപക്ഷ നേതാവ് കാണുന്നത് എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇത് രാജ്യത്തിനും ഇവിടുത്തെ ഹിന്ദുത്വത്തിനും ഹിന്ദു സമൂഹത്തിനും എതിരെ നടത്തിയ ഒരു വലിയ കടന്നാക്രമണമാണ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതാരാണ്? ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതാരാണ്? ഈ ചിത്രം കയ്യിൽ കൊടുത്തതാരാണ്? ഇതിന്റെ ഒക്കെ പിന്നിൽ രാഷ്ട്രം അന്വേഷിക്കേണ്ടതായ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. രാഷ്ട്രവിരുദ്ധ, ദേശവിരുദ്ധ, ഹിന്ദു വിരുദ്ധ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ ഉപയോഗിക്കാൻ കഴിയുന്ന അജണ്ടകളുടെ അടിമയാണ് രാഹുൽ എന്ന് വ്യക്തമായി നമുക്ക് പറയേണ്ടി വരും.